ഉത്തമരെല്ലാരും കല്ലെറിഞ്ഞേ. പണ്ട് തിരുവനന്തപുരത്തെ വെങ്ങാനൂർ മുതൽ കവടിയാർ വരെ വെള്ളക്കാളകൾ വലിക്കുന്ന ഒരു വില്ലുവണ്ടിയിൽ തലപ്പാവണിഞ്ഞുകൊണ്ടൊരു യോദ്ധാവ് ഉരുക്കുപോലെ ഉറച്ചു തളിച്ച ഒരു ചരിത്രമുണ്ട്. ജാതിക്കോമരങ്ങളുടെ നടവഴികൾ ഉഴുതുമറിച്ച് അയ്യങ്കാളിയുടെ ആ കാളപ്പടകൾ കുതിച്ചു കയറിയത് കേരള വിപ്ലവ ചരിത്രത്തിന്റെ ആദ്യകാല അധ്യായത്തിലേക്കായിരുന്നു. മഹാത്മാ അയ്യങ്കാളിയുടെ അന്നുരുവം കൊണ്ട സമര പ്രകമ്പനം അന്നോളം രാജപാതകളിൽ നിന്നും മാട്ടിയോടിക്കപ്പെട്ട കീഴാളന്മാരെ ദുരിതകാലങ്ങളിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചു. ആ വിപ്ലവ സൂര്യന്റെ പോരാട്ട വീര്യത്തിനു മുന്നിൽ തിരുവിതാംകൂർ രാജവംശത്തിന് തങ്ങളുടെ കൽപ്പിത നിയമങ്ങൾ ഓരോന്നും തിരുത്തി എഴുതേണ്ടി വന്നു. എല്ലാവർക്കും പൊതുനിരത്തിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ടുള്ള തിരുവിതാംകൂർ രാജാവിന്റെ ഉത്തരവ് ഇറങ്ങുന്നതുവരെ മഹാത്മാ അയ്യങ്കാളിയുടെ വില്ലുവണ്ടി തിരുവിതാംകൂറിന്റെ മണ്ണിലൂടെ അടക്കിപ്പിടിച്ച നിശബ്ദതകളെ കീറിമുറിച്ചുകൊണ്ടേയിരുന്നു. 100 Days 100 Story Part 15. ഇതുപോലുള്ള ചരിത്ര കഥകൾ ഡെയിലി കിട്ടാനായിട്ട് ഇപ്പൊ തന്നെ ക്ലിക്ക് ചെയ്യുക. ജാതിയും നിറവും പറഞ്ഞ് അക്ഷരങ്ങൾ പഠിപ്പിക്കേണ്ട അധ്യാപകർ തന്നെ അവഹേളനങ്ങൾക്കിരയായി ജീവൻ വെടിഞ്ഞ നിതിൻ രാജിന്റെ വിയോഗത്തിൽ തലകുനിച്ച ഇതേ കേരളത്തിന്റെ മണ്ണിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു സമരം നടന്നിരുന്നു. കേരളത്തിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ ആ പണിമുടക്ക് നടത്തിയത് ഏതെങ്കിലും ഒരു ട്രേഡ് യൂണിയനോ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളോ ആയിരുന്നില്ല. അന്ന് തിരുവനന്തപുരത്തെ ഊരുട്ടമ്പലത്തെ ഒരു വിദ്യാലയം ജാതി വർണ്ണവെറിയന്മാർ ചുട്ടുകരിച്ചത് പഞ്ചമി എന്ന പുലിയ പെൺകുട്ടിയെ അയ്യങ്കാളി അവിടെ പഠിപ്പിക്കാൻ കൊണ്ടിരുത്തി എന്ന ഒരൊറ്റ കാരണത്താലാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പാഠം കൊയ്യുകയില്ല എന്ന അയ്യന്റെ സമര പ്രഖ്യാപനം കേരളം കണ്ട ആദ്യത്തെ പണിമുടക്കായി മാറി. 1.5 വർഷം തിരുവിതാംകൂറിലെ പാടങ്ങൾ തരിശു കിടന്നു. അയ്യനും മണികളും പാഠമില്ലെങ്കിൽ പാടത്തേക്കില്ലെന്ന കടുത്ത നിലപാടിൽ ഉറച്ചു നിന്നു. ഒട്ടിയ വയറും ഉജ്ജ്വല സ്വപ്നവുമായി 1.5 വർഷം കാണായി പാടത്തെല്ലാം മുട്ടിപ്പുല്ലുകുരുത്തു. തോറ്റുകുനിഞ്ഞ തമ്പുരാക്കന്മാർ അയ്യങ്കാളിയുമായി ഒരുക്കിയ സഹകരണ ഉടമ്പടിയിലൂടെ എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന വിളംബരം വിപ്ലവ നേട്ടമായി മാറി. ഇത് കേരളമാണ്. മനുഷ്യ അന്തസ്സിന് മേൽ മാടമ്പിത്തം അണിയിച്ച കല്ലുമാലകളും ഇരുമ്പുവളകളും പൊട്ടിച്ചെറിഞ്ഞ അയ്യങ്കാളിയുടെ മണ്ണാണ്. ജാതിയുടെയും വർണ്ണത്തിന്റെയും വിഷവിത്തുകൾ എറിഞ്ഞ് സഹോദരങ്ങളെ തമ്മിത്തല്ലിച്ച് നാടിനെ നശിപ്പിക്കാൻ നോക്കുന്ന വർഗീയതകൾക്കെതിരെ നിശബ്ദത പാലിക്കുന്നത് അനീതിക്ക് കൂട്ടുനിൽക്കുന്നതിന് തുല്യമാണ്. വർണ്ണവിവേചനത്തിന്റെ വേരുകൾ അറുത്തുമാറ്റാൻ, സമത്വത്തിന്റെ പുതിയ ചരിത്രങ്ങൾ എഴുതാൻ നമുക്ക് ഒന്നിച്ച് ശബ്ദിക്കാം.